കോഴിക്കോട് പാളയത്ത് ബിജുവിനെ കൊലപ്പെടുത്തിയത് മൃഗീയമായി. മുഖത്ത് കത്തികൊണ്ട് വരിഞ്ഞ 10 മുറിവുകളുണ്ട്. ശരീരത്തിൽ 40-ലധികം മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകുക. ശിവദാസ്, ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഇത്തരമൊരു കൊലപാതകം കോഴിക്കോട് നടന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗൗതം, ഗുരുതരമായ മുറിവുകളാണ് ഇന്നലെ കൊല്ലപ്പെട്ട ബിജുവിൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് 40ഓളം മുറിവുകളാണ് ബിജുവിൻ്റെ ശരീരത്തിൽ ഉള്ളത്. വെട്ടിയും അതോടൊപ്പം തന്നെ അരിഞ്ഞ രീതിയിലുള്ള മുറിവുകളൊക്കെ തന്നെ ശരീരത്തിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മുഖത്ത് മാത്രം ഇത്തരത്തിൽ 10ഓളം മുറിവുകൾ ഉണ്ട്. ഇന്നലെ രാവിലെയാണ് ബിജുവിനെ അദ്ദേഹത്തിൻ്റെ പാളയത്തുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബിജുവിൻ്റെ അമ്മയാണ് ഈ ഒരു യുവാവിനെ കാണാതായപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ മുറിയിൽ അങ്ങനെ ആ രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും മരിച്ചിരുന്നു. പിന്നീട് ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ ലഹരി സംഘം ആണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പോലീസിനെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബിജു ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തെ ആളുകളുമായി എതിർപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നേരത്തെ കണ്ടെത്തി അത് പോലീസിന് ചില വിവരങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ചില സംഘങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ബിജു നൽകിയിരുന്നു. ഇതിലുള്ള ഒരു പ്രതിഷേധമാകാം അല്ലെങ്കിൽ ആ സംഭവത്തിൽ ഉള്ള ഒരു പ്രതിഷേധം കൊണ്ടായിരിക്കാം ഈ ബിജുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും പോലീസിന് പ്രതികളെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെ പോലീസ് പ്രതികളെ പിടികൂടിയിട്ടില്ല. സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം ഊർജിതമാണ്. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഇന്നലെ പാളയത്ത് ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഓക്കെ പാളയത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 40ഓളം മുറിവുകളാണ് ബിജു എന്ന ഇയാളുടെ ശരീരത്തിൽ ഉണ്ടായത്. കുത്തിയും മറ്റും വലിയ തോതിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. ശിവദാസാണ് വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.